ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തെ കുറിച്ചാട്ടോ. ഇത് തമിഴിലെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഇതിലും ഓൾറെഡി ആ ഒരു ഭാഗം വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം ഈ സീരിയൽ എല്ലാ ദിവസവും മലയാളത്തിൽ കാണുന്നവർക്കെങ്കിൽ മനസ്സിലാവും. നമ്മുടെ ആര്യന്റെ കയ്യിൽ നിന്ന് കൂട്ടുകാരൻ ബൈക്ക് തിരിച്ചു വാങ്ങിക്കുന്നുണ്ട്. ബൈക്ക് എനിക്ക് വേണം, വീട്ടിൽ കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബൈക്ക് ചോദിക്കുന്നുണ്ടെന്ന് പറയുമ്പോ ആര്യം പറയണ്ട് ഞാനൊരു 2 ആഴ്ചക്കുള്ളിൽ തരാമെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു വേണ്ട, ഒരു മാസത്തിനുള്ളിൽ തന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ഒരു മാസം മാത്രമേ ആര്യന്റെ കയ്യിൽ ആ ബൈക്കുള്ളൂ. ഇനി ആര്യം ബൈക്ക് ഇല്ലാതെയാണ് നടക്കുന്നത്. അപ്പോൾ തമിഴിലും ഈ സെയിം തന്നെയാണ്. ആര്യന്റെ കൂട്ടുകാരന്റെ ബൈക്ക് കൂട്ടുകാരൻ മേടിക്കും. അപ്പൊ ആര്യനാണെങ്കിൽ ഒരു ബൈക്ക് സ്വന്തമായിട്ട് വന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. ആര്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ആര്യന് ഒരു ഡ്രീം ബൈക്ക് ഉണ്ട്. ആ ബൈക്ക് സ്വന്തം, അതായത് 1 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്ന ബൈക്കാണ്. ആ ബൈക്ക് സ്വന്തമായിട്ട് വേണമെന്നാണ് ആര്യന്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. അങ്ങനെ ആര്യൻ ബുക്സ് ഒക്കെ ഇങ്ങനെ നോക്കി, അതായത് നമ്മുടെ മിത്ര റൂമിൽ വരുന്ന സമയത്ത് ആര്യൻ ഒരു ആർട്ടിക്കിൾസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. മിത്ര ചോദിക്കണ്ടേ, എന്താ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വീണ്ടും കോളേജിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചോ? ഒന്നുമില്ല, ഇതൊരു മാഗസിൻ ആണ്. അല്ല, എന്തായി കണ്ടോണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോ, ഇതൊരു ബൈക്കാണ്, ഇത് കണ്ടില്ലേ, ഇത് പുതിയ മോഡൽ ബൈക്കാണ്, ഇതാണ് എന്റെ ഡ്രീം ബൈക്ക്. ഡ്രീം ബൈക്കോ? ഡ്രീം ബൈക്ക് വെച്ചാൽ സ്വപ്നത്തിലെ ബൈക്കാണോ? എടി വണ്ടി, ഡ്രീം ബൈക്ക് എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന ബൈക്ക്, ഈ ഒരു ബൈക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഈ ബൈക്കിന്റെ വില എന്താ? ഇത് 1 ലക്ഷത്തിന്റെ അടുത്ത് വരും. 1 ലക്ഷം വരും ഒരു ബൈക്ക് വാങ്ങിക്കാൻ? പിന്നല്ലാതെ നീ എന്താ വിചാരിച്ചത്, വെറും 10,000, 10,000, 20,000 രൂപ ബൈക്ക് കിട്ടുമെന്നോ? ഒരിക്കലല്ല. പുത്തൻ ബൈക്ക് വേണമെങ്കിൽ നമുക്കിപ്പൊ ആ ഒരു റേഞ്ച് വരും. ഇത് ഏറ്റവും കുറഞ്ഞ മോഡലാണ്. ഈ മോഡലാണെങ്കിലും മതി എനിക്ക്. നോക്കിക്കോ, ഞാൻ ഇങ്ങനത്തെ ഒരു ബൈക്ക് വാങ്ങിക്കും എന്ന് ആര്യം പറയാണ്. ആ സമയത്ത് മിത്ര പറയണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട ആര്യ, ഈ ബൈക്ക് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. എങ്ങനെ? നീ ട്യൂഷൻ എടുത്തിട്ട് വാങ്ങിച്ചു തരും? ഒരിക്കലും നിനക്കത് പറ്റില്ല. ചിലപ്പോ പറ്റുമായിരിക്കും 10 വർഷം കഴിഞ്ഞിട്ട്, അല്ലല്ല 5 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും. അല്ലേ മിത്രേ, നിങ്ങളെ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഞാൻ വാങ്ങിച്ചെന്ന് വരോന്ന് പറഞ്ഞാൽ വാങ്ങിച്ചെന്നിരിക്കും. മനസ്സിലായി. ഈ ബൈക്ക് ഷോറൂമിൽ പോയിട്ട് നീ അവിടുന്ന് കട്ടെടുക്കും അല്ലേ? എനിക്ക് കട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യും? ബാങ്ക് കൊള്ളയടിച്ചിട്ട് ആ പൈസ നീ മേടിച്ചിട്ടാണോ, ആ പൈസ എടുത്തിട്ടാണോ മേടിക്കാൻ പോണത്? നിങ്ങൾക്ക് ഇത് തന്നെ പറയാനുള്ളൂ. ഇതൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ബൈക്ക് വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞ ആര്യം ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത് എന്ന് മിത്ര ചോദിക്കുമ്പോ, അല്ല, ഇത് ഞാൻ പറഞ്ഞെങ്കിൽ രസമുണ്ട്. കാരണം ചിലപ്പോ എനിക്ക് 2-2.5 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ഈ ബൈക്ക് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നിനക്ക് 5 വർഷം കഴിയാതെ ഈ ബൈക്ക് വാങ്ങിക്കാൻ പോലും പറ്റില്ല മോളെ എന്ന് പറയാണ്. മിത്ര പറയണ്ട്, ആര്യൻ അത്രക്കും എന്നെ കളിയാക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. കളിയാതൊക്കെയതല്ല മിത്രേ, ഞാൻ പറഞ്ഞതാണ്, നിനക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്ന് പോവാണ്. മിത്ര ഇങ്ങനെ ആലോചിക്കാണ്, ആര്യൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് മേടിച്ചിട്ടുള്ള കാര്യം, പക്ഷെ എങ്ങനെ മേടിക്കും? ട്യൂഷൻ എടുത്ത പൈസ കുറച്ച് കയ്യിലുണ്ട്, പക്ഷെ എന്നാലും തികയില്ലല്ലോ. ഇനിയും വേണമല്ലോ പൈസ. എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്പലത്തിൽ ഒരു ഉത്സവം വരുവാട്ടോ. ആ ഉത്സവത്തിന് ഒരു സ്പോൺസർഷിപ്പ്, അത് ഡാൻസിന്റെ പരിപാടിയാണ്. ആ ഡാൻസിൽ ഫസ്റ്റ് പ്രൈസിന് വലിയൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് പ്രൈസ് ആണ് ഈ ബൈക്ക്. തേർഡ് പ്രൈസ് വേറെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അങ്ങനത്തെ കുറെ സാധനങ്ങളാണ്. അപ്പൊ ഈ ബൈക്കിന്റെ പരസ്യം കാണുമ്പോഴേക്കും നമ്മുടെ മിത്ര മീനാക്ഷിയോട് പറയണ്ട, മീനാക്ഷി എടുത്ത് ഈ ബൈക്ക് കണ്ടോ, ഇത് ആരുടെ ഡ്രീം ബൈക്കാണ്, ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്താലോ? വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബൈക്ക് കിട്ടില്ലേ? അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ നമ്മുടെ ഗോമതി അടുത്ത് പറയുന്നുണ്ട്, അമ്മ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തോട്ടെ, മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചാൽ എനിക്ക് ബൈക്ക് കിട്ടും. നിനക്ക് വട്ടാണോ ബൈക്ക് ഓടിച്ചെടുക്കാൻ പോണ? നീ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ്. പക്ഷെ മിത്ര എല്ലാവരുടെ സമ്മതത്തോടു കൂടി തന്നെ ഡാൻസിന് പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിക്കാട്ടോ. പക്ഷെ ഡാൻസിന് പങ്കെടുക്കുമ്പോൾ ഒരു കുഴപ്പം പറ്റുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന 5 പേർക്കാണ് ഫസ്റ്റ് ആ ഒരു ഫൈനലിലേക്ക് പ്രവേശനം കിട്ടുന്നത്. ആ 5 പേരിൽ മിത്രയുണ്ട്. പക്ഷെ ആ 5 പേരിൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് മിത്രയാണ്. അപ്പൊ മിത്ര മീനാക്ഷിയോട് പറഞ്ഞു, ചേച്ചി അടുത്തത് ഫൈനൽ റൗണ്ട് ആണ്, എനിക്ക് പേടിയാവുന്നു. എന്തിനാ നീ പേടിക്കണത്? നീ ഇത്രയും പ്രാവശ്യം നന്നായിട്ട് തന്നെയല്ലേ കളിച്ചത്? അതെ, പക്ഷെ ഇത്രയും പ്രാവശ്യം എല്ലാ റൗണ്ടിലും ഞാനായിരുന്നു ഫസ്റ്റ്. ഇനി ഈ റൗണ്ടിൽ ഞാനാ ഫസ്റ്റ് എങ്കിൽ എനിക്ക് ബൈക്ക് കിട്ടില്ലല്ലോ, ബൈക്ക് സെക്കൻഡ് പ്രൈസ് അല്ലേ? അത് ശരിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, സ്റ്റെപ്പ് കുറച്ച് തെറ്റിച്ച് കളിക്കാം. എടി, അതൊക്കെ റിസ്ക് അല്ലേ? നീ നന്നായിട്ട് കളിക്കല്ലേ? നന്നായിട്ട് കളിക്കുന്ന ആള് മനഃപൂർവ്വം എന്തിനാ സ്റ്റെപ്പ് തെറ്റിക്കണത്? എനിക്ക് എന്തായാലും സെക്കൻഡ് പ്രൈസ് കിട്ടിയാൽ മതി ചേച്ചി, ഫസ്റ്റ് പ്രൈസ് അയാൾ എടുത്തോട്ടെ എന്ന് പറയണം. അങ്ങനെ അങ്ങനെ എല്ലാവരും കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ മിത്രയുടെ ശരിക്കും ഫസ്റ്റ് കിട്ടേണ്ടത്, സെക്കൻഡ് കിട്ടേണ്ട ആള് പെർഫോം ആണ് ഫസ്റ്റ് ചെയ്യണത്. അതിനുശേഷം അയാളെക്കാളും കുറച്ചൊരു ചെറിയ ലെവലിലാണ് മിത്ര ഡാൻസ് ചെയ്യണത്. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് ഇയാൾക്കാണ്, സെക്കൻഡ് പ്രൈസ് മിത്രക്കാന്ന് പറയുമ്പോൾ മിത്ര ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടുക കേട്ടോ. ഗോമതി പറയുന്നുണ്ട്, സാധാരണ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാണ് ഇതുപോലെ തുള്ളിച്ചാടുന്നത്, ഇവിടെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ട് തുള്ളിച്ചാടുന്നത് എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയണ്ട, അമ്മേ അത് വേറൊന്നുമല്ല, അവൾക്ക് ആ ബൈക്ക് വേണമായിരുന്നു, അതുകൊണ്ട് തന്നെയാ എന്ന് പറയാണ്. അങ്ങനെ മിത്ര ആ ബൈക്ക് കിട്ടിയതിന് ശേഷം നമ്മുടെ ആര്യന് ആ ബൈക്ക് കൊടുക്കാട്ടോ. ആര്യന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ഇവർ തിരിച്ചെത്തുമ്പോഴേക്കും മിത്ര പറയുന്നുണ്ട്, ഇന്നത്തെ ചെലവ് എന്റെ വകയാണ്, ആര്യ എല്ലാവർക്കും ഇന്ന് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയാണ്. അങ്ങനെ എല്ലാവർക്കും ട്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.
അങ്ങനെ എല്ലാവർക്കും ട്രീറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ആനന്ദ് ആകെ വിഷമത്തിലാണ്. കാരണം ആനന്ദും ദേവിയും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു കേട്ടോ. ആനന്ദിനെ ഭയങ്കര സംശയമാണ് ദേവിന്. ദേവി കള്ളങ്ങൾക്ക് മുകളിൽ കള്ളം പറയുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആനന്ദിന് മനസ്സിലായി. അങ്ങനെ ആനന്ദ് ആദ്യം ആ സർട്ടിഫിക്കറ്റിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. സർട്ടിഫിക്കറ്റ് ഇങ്ങനെ അച്ഛൻ മോഷ്ടിച്ചോണ്ട്, അതായത് ദേവിയുടെ അച്ഛൻ, അതായത് ഉദയഭാനു മനഃപൂർവ്വം മോഷ്ടിച്ചോണ്ട് പോവുമല്ലോ. ആ സമയത്ത് നമ്മുടെ ആനന്ദ് പറഞ്ഞിട്ട്, അതായത് കള്ളം മോഷ്ടിച്ചോണ്ട് പോയതാണ് ഈ വീട്ടിലെല്ലാവരുടെ വിശ്വാസം. അപ്പൊ ദേവിയുടെ പറയേണ്ടത് നീ പുതിയ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. അതിനുശേഷം പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേക്കും നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാന്ന് പറയാണ്. PSC ടെസ്റ്റ്, ബാങ്ക് കോച്ച് എന്താ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവി കള്ളം പറയാണ്. ഞാൻ ആ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 2 മാസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറയാണ്. ദേവി എടുത്ത് ആനന്ദ് ചോദിക്കുക, അതായത് അവരുടെ ആ ഒരു ട്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ റൂമിൽ വരുമ്പോഴാണ് ചോദിക്കുന്നത്. അപ്പൊ ദേവി പറയണ്ട, എന്താ ആനന്ദേട്ടാ ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, ആനന്ദേട്ട മാത്രം എന്തെങ്കിലും സന്തോഷമായിട്ടിരിക്കാത്തെന്ന് ചോദിക്കുമ്പോ ദേവി എടുത്ത് പറഞ്ഞു, ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും ദേവി, എല്ലാത്തിനും കാരണം നീയാണ്. നീ എന്റെ സന്തോഷം തന്നെ കെടുത്തിക്കളഞ്ഞു. അവിടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോ എന്റെ മനസ്സ് വിങ്ങുമായിരുന്നു നിന്നെ കുറിച്ച് ആലോചിച്ചിട്ട്. നീ എന്തുമാത്രം കള്ളോ ദേവി എന്നോട് പറഞ്ഞത്. നീ ഏത് കോളേജിലാണ് പഠിച്ചത്? എനിക്ക് ആ കോളേജ് ഏതാണെന്ന് അറിയണം. അവിടുത്തെ പ്രിൻസിപ്പളിനെ പോയി കണ്ടിട്ട് എനിക്ക് അന്വേഷിക്കണം നിന്റെ സർട്ടിഫിക്കറ്റ് എപ്പോ കിട്ടും, എങ്ങനെ കിട്ടുമെന്ന്. സത്യം പറ ദേവി, നീ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തായിരുന്നോ? അത് നീ അടുത്ത് ഇനി കള്ളം പറയത്, സത്യമായിട്ട് പറയണം ദേവി എന്ന് പറയുമ്പോ ഇല്ല അപ്ലൈ ചെയ്തില്ലെന്ന് പറയാണ്. ഓഹോ, അപ്പൊ നീ അപ്ലൈ ചെയ്തില്ലല്ലേ? ഒരു കാര്യം ചെയ്ത്, നീ ഏത് കോളേജിലാണ് പഠിച്ചത്? ആ കോളേജിന്റെ പേര് പറ. ഞാൻ നാളെ സമയം ഉണ്ടാക്കിയിട്ട് കോളേജിലേക്ക് പോയിക്കോളാം. ധർമ്മൻ മാമനെയോ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് കോളേജിൽ പോയിട്ട് ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തോളാന്ന് പറയാണ്. അത് വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് ദേവി പറയുമ്പോ ആനന്ദ് പറയണ്ട, എന്താ അപ്പൊ നീ വീണ്ടും കള്ളം എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? സത്യം പറ ദേവി, നീ വേറെ എന്തെങ്കിലും കള്ളം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും നീ തമ്മിൽ എല്ലാ ബന്ധവും കഴിയാൻ പോവാണ്. അല്ല ഞാനായിട്ടാണ് ഇത് കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടുന്നു നീ വിചാരിക്കേണ്ട. അതുകൊണ്ട് സത്യം പറ, നീ എന്തിനും കള്ളത്തരം ഇനി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ആനന്ദേട്ട എന്ന് ഉറപ്പിച്ച് പറയാണ് ദേവി. എങ്കിൽ പറ, നീ പഠിച്ച കോളേജ് ഏതാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദേവിക്ക് വായ തോന്നി ഏതോ വലിയ കോളേജിന്റെ പേര് പറയാട്ടോ. അങ്ങനെ ആനന്ദ് പറയുന്നുണ്ട്, ശരി ഞാൻ ആ കോളേജിലേക്ക് പോയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടുന്ന് പോവാണ്. ദേവിക്ക് അങ്ങ് കയ്യും കാലൊക്കെ വിറക്കുവാട്ടോ. ഈശ്വര എന്ത് ചെയ്യും, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ അമ്മേനെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, ആനന്ദേട്ടൻ ഞാൻ പഠിച്ച കോളേജ് ചോദിച്ചു, ഞാനിപ്പോ ഇവിടുത്തെ തൊട്ടടുത്തുള്ള കോളേജ് പറഞ്ഞു കൊടുത്തു, എനിക്ക് പേടിയാവാണ്. ആനന്ദേട്ടൻ അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. നിന്റെ ആനന്ദേട്ടൻ എന്താ മോളെ, നിനക്ക് വട്ടാണോ അവനെന്നൊക്കെ ചോദിക്കേണ്ട. അമ്മ എനിക്കറിയില്ല, ആനന്ദേട്ടൻ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, സത്യങ്ങൾ അറിഞ്ഞാൽ തീർന്നു അമ്മയെന്ന് പറയാണ്. അങ്ങനെ ആ കോളേജിലേക്ക് ശരിക്കും ആനന്ദ് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ആനന്ദ് പോകുന്ന ഭാഗമാണ് ഇപ്പൊ പ്രൊമോയില് കാണിക്കുന്നത്, തമിഴിലെ പ്രൊമോയിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. പക്ഷെ മിക്കവാറും ആനന്ദ് ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ തന്നെയാണ് ചാൻസ്. കാരണം ആനന്ദിന് അത്രമാത്രം സംശയമുണ്ട്. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ആനന്ദ് ഈ പ്രാവശ്യം ദേവിയുടെ കള്ളത്തരം കൈയോടെ കണ്ടുപിടിച്ചിരിക്കും. അത് മാത്രമല്ല ദേവിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ആ വീട്ടിലെ എല്ലാവരോടും പറയും. അതോടുകൂടി തന്നെ ദേവിയുടെ ഇമേജ് പോകും. മാത്രമല്ല ദേവിയും ആനന്ദും തമ്മിൽ പിരിയാൻ പോകുന്ന ഭാഗം കൂടിയായിട്ട് ഇനി കാണാൻ പോകുന്നത്. അപ്പൊ തമിഴിൽ ഇനിയിപ്പോ റിവ്യൂസിലൊക്കെ പറയുന്നത് ദേവിയും ആനന്ദും പിരിയോന്നാണ് പറയുന്നത്. പിരിയോന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ നാള് അവര് വെവ്വേറെ വീട്ടിൽ താമസിക്കുന്നത്, ദേവിയുടെ വീട്ടിലും ആനന്ദ് ദേവമംഗലത്തും ഇങ്ങനെയായിരിക്കും എന്നാണ്. എന്തായാലും കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.